അടിച്ചു മരത്തായിരുന്നു. ജിഎൻആറുടെ എന്ത് പ്രശ്നം എന്താ? പല നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും പേടി, അതുകൊണ്ടാണ് നമുക്ക് വള്ളി കിട്ടാത്തത്. ബാക്കിയുള്ളവരൊന്നും പേടിയില്ല, അങ്ങനെ വിശ്വസിച്ച് ആശ്വസിക്കാം നമുക്ക്. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? സോറി പറയാൻ വയ്യ. നമ്മളൊരു ഞാനൊരു കാര്യം പറയാം, വണ്ടി കൊണ്ട് ഇടിക്കല്ലേ. ഞാൻ പറഞ്ഞു മിക്കവാറും സിറ്റുവേഷൻ നോക്കി വരുമ്പോഴത്തേക്ക് വണ്ടി തട്ടിയിട്ട് വരില്ലായിരിക്കും കേട്ടോ. കൺഫേം. ഓ ഇന്ന് തന്നെ എത്ര വണ്ടിയാ തട്ടിയത്? ഒച്ചയല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല, വിട്ടോ 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 വിട്ടോ. പറഞ്ഞു തീർന്നില്ലല്ലോ. ഓക്കെ ബ്രോ, സിറ്റുവേഷൻ ഉണ്ട്, സിറ്റുവേഷൻ ഉണ്ട്. പെട്ടെന്ന് അവിടെ ആളെ കൊല്ലാനായിട്ട് വരുന്ന ഒരു കാർ എടുക്കണമല്ലോ ഇതിനകത്ത് പോയിട്ട്. നമ്മള് വെറൈറ്റി ആയിട്ട് പോണോളിയാ. നീ ഗ്യാങ് വണ്ടി എടുക്കാം അവിടെ ചെന്നിട്ട്. അല്ല നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോകണം. ഇതെന്നെ കൊല്ലാൻ കൊണ്ടുപോകണം. ഇത് 2 കിലോ ജംഗ്ഷനിലാണോ നീ? എവിടാടാ മാർക്കറ്റ്? ബാലിന് ജംഗ്ഷനിൽ പോയി. ബാലിന് ജംഗ്ഷനിലൊക്കെ എവിടെ അവൻ എവിടെ കിടക്കുവാ? എടാ പന്നക്ക ചൊറിയാനായിട്ട് എന്തേ? ബാലിനെ കാണുന്നില്ല, ആരെ കാണുന്നില്ല. ഹലോ ഹലോ ഇതാരാ? ആ ഞാൻ സിറ്റുവേഷനാ, വിളിക്കാവേ. ബാല ചത്ത ഏത് ഭാഗത്താ കിടക്കുന്നേ? ബാല എടാ ബാല നീ എവിടെടാ? ബാല നീ എവിടെ? എടാ സംസാരിച്ചിട്ട് അടിച്ചാ പോരാടാ. ബാല മാർക്കിട്ടെ. നീ എങ്ങനെ മുതുക്കെത്തി? ഞാൻ അവിടുന്ന് വേറെ വണ്ടി എടുത്തു. പിന്നല്ലാതെ എന്നാ റേഡിയോ കോൾ തന്നൂടെ? ഞാൻ പറഞ്ഞല്ലോ, ഞാനാ നിന്നെ ഇടിച്ചിട്ടത്. ഇപ്പൊ ജീപ്പിൽ വന്ന് കൊന്നവനെ കഴിഞ്ഞ എടാ കൊണച്ചിട്ട് അടിച്ചാ പോരായിരുന്നോടാ. ഇപ്പന്മാര് GNR സിറ്റുവേഷൻ എടുക്കാൻ വരുത്തില്ലടാ. അവിടെ നിന്റെ ദേവക്കുട്ടിയുടെ ഞാനല്ലേ അത്. ഓൾറെഡി ഇവന്മാര് എത്ര നമ്മളോട് 3-4 സിറ്റുവേഷൻ ആയിട്ട് എല്ലാം ഡ്രോപ്പ് ചെയ്ത് പോയില്ലടാ. എടാ പമ്പ് 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 പമ്പ്. അല്ല ഞാൻ മരിച്ചു പോയിരുന്നു. EMS വിളിക്കാൻ. ഇല്ല മരിച്ചു പോയില്ല. തലവേദനയിരിക്കും. എടാ ഇപ്പൊ എവിടാ ഒന്ന് മാർക്കിട്ടെ നിങ്ങളെല്ലാരും? ഹലോ എന്നെ പോലീസായിട്ട് തോന്നുന്നുണ്ടോ? സിറ്റുവേഷൻ ആണാ, വിട്ട് പോണാ ഇവിടെ തോന്നേ. എന്റെ കൈക്ക് മെനക്കെടുക്ക് ഉണ്ടാക്കരുത്. പോടാ, എടുത്തോണ്ട് പോടാ നിന്റെ വണ്ടി സാമാനമൊക്കെ. എന്തുവാടാ ഒച്ചയിട്ട് വന്നായിരുന്നു. അയ്യോ എന്തോ പറ്റി?
എന്നെ കാണാനൊന്നും ആൾക്കാര് മിന്നി മിന്നിയൊക്കെയാണോ പോണേ? ഹലോ സാറേ എന്താ ബൈക്ക് ഒറ്റയ്ക്ക് കിടന്നു പോണു. ഇല്ല അത് ഓൾറെഡി ഒരു സാറിനോട് പറഞ്ഞു സാറേ മനസ്സിലായില്ല. ആക്സിഡന്റ് സാർ ആക്സിഡന്റ് കേസ്. നമ്മുടെ ഫ്രണ്ടാണ് സാറേ ഈ നിലവിളി ശബ്ദം നിർത്താവോ? എടുക്കുന്നത് നമ്മുടെ ഫ്രണ്ടാണ് സാറേ. ആക്സിഡന്റ് കേസ്. നിലവിളി നിർത്താവോ? സാറേ എന്താ ആക്സിഡന്റ് കേസ് ആണല്ലോ? ആക്സിഡന്റ് കേസ് ആണ് സാർ. ഞാൻ പറയട്ടെ ഉമ്മ ആദ്യം ഗിയറിനാണ് കൊടുക്കുന്നതിന് ഇവന്മാർ കിട്ടാൻ കൊടുത്താലോ? ഉമ്മാർ കിട്ടാൻ കൊടുത്താലോ? ആദ്യം ഉമ്മാർ കിട്ടാൻ കൊടുത്താലോ? ബാങ്ക് കിട്ടുമല്ലേ? ഇതെന്താണോ പറയാ? മുതുക്കിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എന്താ സാറേ നിങ്ങളെന്താ കോമാളി ഇത് സർക്കസ് നടത്തുന്ന ഇവിടെ? സർക്കസ് ഒന്നും അല്ലാത്ത സാറേ. സാറിന് എന്താ തോന്നുന്നത്? സർക്കസ് ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടാ സാറേ പറഞ്ഞേ. അല്ലെ കൂടുതലുള്ള കപ്പയോ? സാറേ ചൂടാവല്ലേ? എന്താ സാറേ എന്താ കൊണക്കുന്ന? സാറേ എന്താണ് കോമാളിത്തരത്തിൽ സാറ് കാണിച്ചത്? അതങ്ങ് അംഗീകരിക്കുക. കോമാളിത്തരമല്ലേ കാണിച്ചത്? ആ കോമാളിത്തരം നീ അങ്ങ് അംഗീകരിക്കുക. ഞാൻ കൊണക്കാതെ ഞങ്ങൾ നെഞ്ചത്തോട്ട് കയറാ. നീ കൊണക്കല്ലേ? നീ കൊണക്കല്ലടാ. നിന്റെ മീശ പിടിച്ച് എന്നെ കറക്കി താഴെ അടിക്കും. മനസ്സിലായോ? നീ കൊണക്കാതെ ഞങ്ങൾ പിന്നെ കൂടുതൽ തന്നെ കപ്പ ചെയ്യുന്ന കോമാളിത്തരമാണ് നമ്മുടെ കൊടുത്ത്. അതല്ലേ പറഞ്ഞ സർക്കസ് ആണോ തന്നെയാണ് പറഞ്ഞത്. സർക്കസ് തന്നെയാണോ നീ കാണിച്ചത്? നീ കാണിച്ച സർക്കസ് തന്നെയാണോ? നീ കാണിച്ച സർക്കസ് തന്നെയാണോ കോമാളി? അവൻ ഏതാടാ സംസാരിച്ചോ? ഏതാടാ? എടാ അല്ലല്ല അവനാണോ സഹദേവൻ? ഏത് എടാ അവനായിട്ടാണ് ഇപ്പൊ കൊണയത്. വലിയ ബ്ലാക്ക് ഇല്ലേ? മറ്റേ ഫുൾ ബ്ലാക്ക്. അതാണ് പ്രശ്നം. അതൊക്കെ ഇട്ട് കൊടുക്കണ്ടേ സാറേ? ഒന്നാമത് ഇവിടെ കുറെ മര്യാദക്കല്ല വണ്ടി ഓടിക്കുന്നത്. വന്നിട്ട് അങ്ങോട്ടൊന്നും അടിക്കും. സൂക്ഷിച്ചൊക്കെ പോ. ഓ ഭാർഗവ് സാറേ എന്തോ? പിന്നെ ആ പുള്ളി എടുത്ത് പുള്ളിയെ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പ്രശ്നം? പ്രശ്നം ചന്ദ്രൻ സംഭവം എതിരോ ഒരു PD ഓഫീസർ കൂട്ടത്തിലുള്ള ആളെ തന്നെ കഫ് ചെയ്ത് പറഞ്ഞു. സാറേ നിങ്ങളെന്താ സർക്കസ് നടത്തുന്ന പറഞ്ഞു. ഇത് കോമാളിത്തര കോമഡിയിലെ കാണിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അവൻ കേറി അങ്ങ് മറ്റേ ഞാൻ പറഞ്ഞു. അപ്പഴത്തേക്ക് ഇവൻ കൂടെ ഉള്ള ആളെ തന്നെ കഫ് ചെയ്ത് ചന്ദ്രു ആ PD ഓഫീസർ. അത് ഞാൻ പറഞ്ഞു സാറ് സർക്കസ് ആണ് നടത്തുന്നത് ചോദിച്ചു. അപ്പഴത്തേക്ക് സാറ് കയറി ഓർത്ത്. അപ്പൊ ഞാനും കയറി ഓർത്ത്. അത്രേ ഉള്ളൂ. അല്ല പുള്ളി അത് തമാശയായിട്ട് പറഞ്ഞാണ്. എന്തിനോ നമ്മളാ ഒരു സെൻസ് എടുക്കുക. നമ്മളെ ചൂടൊന്നും ആയില്ല. ചൂടൊന്നും ആവാൻ നോർമൽ ടോണാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞ ടോണാണ് ഇതായത്. എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നില്ല. ഇപ്പൊ നീ ഗ്യാങ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ആരും പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും സാറിന്റെ സർക്കസ് ആണെങ്കിലും വെച്ചാൽ ഞാനൊക്കെ ഇഷ്ടപ്പെടും. തമാശ രീതി പറഞ്ഞില്ല. അവർ സെൻസ് എടുക്കാതാണ്. കുഴപ്പമില്ല അത് കുഴപ്പമില്ല. അപ്പോഴത്തെ രീതി പറഞ്ഞ അവനും ഞാനും പറഞ്ഞു. മറ്റേ ഓസ്ട്രേലിയ എടുക്കുന്ന സിറ്റുവേഷൻ. ഹലോ ഇവന്മാരെന്തിനാ അടിച്ചെന്ന് അറിഞ്ഞൂടെ? ഇവന്മാരെന്തിനാ അടിച്ചെന്ന് അറിഞ്ഞൂടാ? പീഡിയല്ല നമ്മള് GNR അടിച്ചു വന്നു. എന്തിനാ അടിച്ചെന്ന് അറിഞ്ഞൂടാ? GNRോട് സിറ്റുവേഷൻ. അപ്പം ഇവൻ ചത്തപ്പോഴത്തേക്ക് PD കയറി വന്നു. GNR എന്തേന്ന് അറിഞ്ഞൂടാ? GNRലെ പൈൻ എന്തേ? വിട്ടുവിട്ടി പോണ എനിക്ക് പിങ്ങും പിയ്യലും കൂടി
എത്ര ഉണ്ട്? എനിക്ക് 6 ഉള്ളു. അണ്ണൻ വരാറേ ഭസ്മം വരാറേ പുതിയ സംപ്രേഷണം എന്തെങ്കിലും എന്താ ഇഷ്ടപ്പെട്ടില്ലേ? സൗണ്ട് ഭയങ്കര കൂടുതലാണോ? ആ ഡയറക്റ്റ് ഹലോ ഓ കണ്ണാ ആരാ ഡ്യൂട്ടിയില്ലേ ഇത്? ആ നിന്റെ ഗ്യാങ്ങല്ലേ ഇത്? എടാ ദേവകുട്ടി ഇവിടെ സംസാരിക്കാൻ വന്നേക്കുന്നത്. ഇതും പോയി അല്ല ഇതും പോയി അല്ല അവള് വന്ന് ഇപ്പൊ പറയാം എന്നാ അവള് വന്നത് റേജി പറ തല്ലാന്ന്. ദേവകുട്ടി ഇതെല്ലാ പ്രാവശ്യം പോലെ ഡ്രോപ്പ് ചെയ്ത് പോകാനും മറ്റൊന്നുമില്ല. അവന്റെ കൊണയുണ്ടല്ലോ, അവന്റെ കൊണയ്ക്ക് അവനെ അടിച്ചു കൊടുക്കട്ടെ, മനസ്സിലായോ? അവനെ എന്താ ആ കൊണ നമുക്ക് പേരറിഞ്ഞൂടാ അവന്റെ. മുടിയാണോ? അതോ അവൻ എല്ലാ പ്രാവശ്യം പോലെ സോളാക്കാൻ ചുമ്മാ എന്താണ് ഇത്? എന്താ നിന്റെ ഒക്കെ ഗ്യാങ്ങിലുള്ളവരെ അടിച്ചു കൊന്നത്? അതിന്റെ ഒരു ബിഹേവിയർ കാണിക്കണി. ബ്രോ നമ്മളവിടെ ഡ്രസ് മാറ്റി വണ്ടി വന്ന് നിങ്ങളെ തിരിച്ചു ചെയ്തില്ല. ഇങ്ങോട്ട് പിറ്റിയപ്പോ നീ പഴം കയറ്റു ഓടുമെന്ന് പറഞ്ഞവര് അതിനെ കുറിച്ച് ഈ പഴം കയറ്റാണോ നീ കൊരങ്ങന? പഴം കയറ്റാൻ എടാ നീ കൊരങ്ങനാടാ. അല്ല പഴം കയറ്റാൻ നീ കൊരങ്ങന? സീരിയസ്ലി കൊരങ്ങന? എടാ എന്താടാ കണ്ണുപോലെ നേരെ കണ്ടുകൂടല്ലോടാ. കണ്ണുപോലെ നിനക്ക് നേരെ കണ്ടുകൂടല്ലോ. എന്താടാ പഴം വിഴുങ്ങി എന്തേ? ഇവിടുന്ന് വണ്ടി ക്ലിയർ എടാ. ഇസർ13 എന്താടാ എടാ നീയൊക്കെ എന്താടാ കാണിക്കുന്നത് ഇവിടെ? ഒന്ന് എടുത്തോണ്ട് പോടാ നിന്റെ വണ്ടി സാമാനം ഒക്കെ. ഇല്ല നിന്നെ ഇവിടെ കത്തിച്ചു തീർത്തും. എടുത്തോണ്ട് പോടാ. ആ അപ്പൊ വണ്ടി എടുത്ത് വന്നോളും. ഇവിടെ ആരും എടുത്തോണ്ട് പോകത്തില്ല. ഇവിടെ വണ്ടി കൂട്ടാതെ നമ്മൾ സിറ്റുവേഷൻ നിൽക്കണ്ടേ? ഉടമസ്ഥന്മാരോട് ഉണ്ടെങ്കിൽ വണ്ടി എടുത്ത് ഞാൻ ഈ വണ്ടി ഒന്ന് ഒതുക്കിട്ടെ. എടാ അങ്ങക്കെ ഇല്ലേ എന്താടാ ഇപ്പൊ വണ്ടി എന്റെ നേരത്തെ തട്ടിയായിരുന്നു, കണ്ടായിരുന്നോ? അതോ ആ കത്തലാണല്ലേ? ഓക്കെ ആൾക്കാരല്ലേ ഇവിടെ? ഹലോ കത്തല പറയാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറയാ? ആ ഹലോ എന്താ നിന്റെ കൂട്ടത്തിലുള്ളവനെ എങ്ങനെ അടിച്ചത്? ഡ്രോപ്പ് അങ്ങനെ ജിന്നാറിന്റെ പഴയ തൊഴിൽ തന്നെ അടിക്കും. ഡ്രോപ്പ് ചെയ്യടി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരോട്ടും സൗഹാർദ്ദം വെക്കാം. എല്ലാ ഗ്യാങ്ങുമായിട്ടും. പാവല്ലടാ നമ്മളെ നമുക്ക് തന്നെ അറിയാലോ. നമ്മള് ഡ്രസ് മാറ്റാണ്. അപ്പോഴാണ് ഗാങ് വണ്ടി എടുത്തിട്ടാണ് ഡ്രസ് മാറ്റി ഡ്രസ് ചേഞ്ച് ചെയ്ത് വണ്ടി കയറി വണ്ടി വന്ന് പിറ്റ് ചെയ്ത് രണ്ടു പിറ്റ് ചെയ്ത് 2 വട്ടം ഞാൻ കണ്ടത്. അതാ പറഞ്ഞത്. ഓക്കെ എന്നിട്ട് ഇവ വട്ടർ പിന്നാലെ പോയി. ഇവിടെ തിരിച്ചു വന്ന് എന്നെ പിക്ക് ചെയ്ത ഇവ ഇതേ സെയിം വണ്ടിയായിട്ട് 2 വണ്ടിയാണ് എടുത്ത് വന്നത്. സെയിം അതേ വെഹിക്കിളായിട്ട് വന്ന് വീണ്ടും സുഹൃത്തെ ഞാൻ ചോദിച്ചു, സുഹൃത്തെ എന്താ പ്രശ്നം എന്താ ബ്രോ? ഫസ്റ്റ് ഞാൻ ചോദിച്ചില്ല ബ്രോ. ഫസ്റ്റ് ഞാൻ പണം കയറ്റി പറഞ്ഞിട്ടില്ല ബ്രോ. ഫസ്റ്റ് ഞാൻ പണം കയറ്റി വായിലാണെന്ന് നീ എന്റെ അടുത്ത് ചോദിച്ചത്. സംസാരം കേൾക്കുന്നത് നിങ്ങളുടെ ഞാൻ ചോദിച്ചു ബ്രോ എന്താ പ്രശ്നം എന്താ ബ്രോ? എന്താ ബ്രോ സംസാരിക്കാൻ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഇല്ലാന്ന് അവര് പറയട്ടെ. ചോദിച്ചില്ലേ?
ചന്ദ്ര ഇവനെ ഒരു വട്ടം ഇടിച്ചപ്പോ ഇവൻ നേരെ നമ്മളെ തിരിച്ചിടിച്ചോണ്ടിരിക്കുക 2 വട്ടം ഇടിച്ച് നമ്മള് തിരിച്ചിടിച്ച് ഇവൻ ആ ടൈമിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇവൻ സംസാരിക്കണമെന്ന് വെച്ചാൽ വായിൽ പഴമാണെന്നാണ് നമ്മൾ ബ്രോ. അങ്ങനെ ബ്രോ ഗ്യാങ് കൊണ്ടൊന്നുമില്ല. സിവിലിയൻ വണ്ടിയാണ്. ബ്രോ ഈസ്റ്റർ 13 എന്തിനാണ് ഇവിടെ വലിഞ്ഞു കയറി വന്നേക്കുന്നത്? ഈസ്റ്റർ 13 വലിഞ്ഞു കയറി എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഇവന്മാർ ഈ ഈസ്റ്റർ 13 മനസ്സിലാക്കിക്കൂടെ? ഇവന്മാർക്കൊക്കെ മനസ്സിലാക്കിക്കൂടെ സിറ്റുവേഷൻ ആണ്? വലിഞ്ഞു കയറി എന്തിനാ വരുന്നത്? നിങ്ങൾ സംസാരിച്ചില്ല ബ്രോ. നിങ്ങൾ തിരിച്ചിടില്ല നമ്മള് പറഞ്ഞു വായിൽ ബുള്ളറ്റ് കയറുന്നു പറഞ്ഞു. അത് ചെയ്തില്ലേ? ഞങ്ങൾ പിറ്റീനല്ല, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനേ ശ്രമിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അടിയായി നിനക്ക് ടി വി ആണെന്നറിയാം വണ്ടിക്കത്തുള്ള പറഞ്ഞല്ലോ, അടി കൊണ്ട് പറഞ്ഞല്ലോ. ഇപ്പൊ സോൾവ് ആയി. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ഇപ്പൊ തീർന്നോ? എന്താടാ നിനക്ക് ദേഷ്യം എന്തേലും ഉണ്ടോ? കൈ വെക്കണ മറ്റേ പഴം കുത്തി കയറ്റുന്ന ആളല്ലേ നീ ആയില്ലേ? നീ പറ, പറ. കൊലയാടി നിർത്തറ സംസാരിക്കല്ലേ, വെറുതെ ഇരി ബ്രോ. നിനക്ക് ചന്ദ്രു ഹലോ കാവലാണ് കാക്കി, കാവലാകണം കാക്കി എന്ന് പറഞ്ഞ എന്തും ഒരാളുടെ പ്രൈവസി കയറി വരുന്നത് തോന്നുന്നതല്ലേ സാറേ? എന്താണ് ഇവേതാ ഇതാരാ നീയാരാ? സംസാരിച്ചാടാ നീ ടി വി എന്ന് അറിഞ്ഞോണ്ടല്ലേടാ നീ ഇങ്ങനെ സംസാരിക്കണം. ആ സിറ്റിസൺ ആണെങ്കിൽ നിന്റെ കോണ ഇത് തന്നെ ആയിരിക്കൂലേ? നമ്മുടെ തന്നെയല്ലേ ഇത് കൊണക്കത്തുള്ളൂ. ഇവനാണോ കുറച്ചാ മേളിൽ നിൽക്കുന്നവനോ? സിവിലിയനാണ്, ആരാണെന്നൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ പിറ്റ് ചെയ്തപ്പോൾ എന്താ കാര്യം ബ്രോ ആരാണ് നീ ഒരു കാര്യം ചെയ്യും, ആ ചന്തിന്ന് 2 ബുള്ളറ്റ് എടുത്തോ, ചന്തിയിൽ ഒരു തൂത്ത് കുത്തിയിട്ട് വണ്ടി അടിച്ചോണ്ട് ഓടിച്ചു പോവാൻ കിട്ടോ. പിന്നെ നീ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ടിവിയുടെ അവതാരിയാണ് നിന്റെ ജീവിതം. ടിവിയുടെ അവതാരിയാണ് നിന്റെ ജീവിതം. നീ ജീവിച്ചു തീർക്കണ. നീ അവനെ കൂടെ വിട്ടിട്ട് ടിവിയുടെ അവതാരിയാണ് അവന്റെ ജീവിതം എന്ന് ഞാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അവനെ വിട്ടോ, നീ ജീവിച്ചു തീർത്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കിട്ട് എന്റെ അവതാരിയാണോ നിന്റെ ജീവിതം? പോടാ, പോയി ജീവിക്കണ. ചന്ദ്രു ഞാൻ അവന്റെ അടുത്താണ് ഇതാക്കിയത്, ചന്ദ്രന്റെ അടുത്തല്ല. ഞാൻ വിചാരിച്ചു ദേവക്കുട്ടിയായിട്ട് സംസാരിച്ചല്ല കഴിഞ്ഞെന്ന് വിചാരിച്ചു. അല്ലല്ല, അത് അവരുടെ ഇത് സിറ്റി സൈഡല്ലേ കോച്ച്. അവര് നിക്കും സിറ്റി സൈഡായിട്ട് അവര് എന്തിനു വന്ന് നിക്കും. இப்ப பிடி வந்து ராங்கா சம்சாரிச்சா நம்ம லைக் ஒரு ஃபைட் ஆச்சுன்னு வச்சுக்கோயே, அப்ப வந்துட்டு அவங்க எதுவும் பண்ண முடியாதுல்ல. ஃபேனுக்காக வந்துட்டு நாங்க அடிக்க கூடாதா என்ன? நம்ம ஃபைட் செய்யாம ஃபைட் நமக்கு നമ്മളിപ്പോ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടി ആക്ഷൻ എടുക്കും. ഇവിടെ ഇപ്പൊ ആക്ഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ ഫൈറ്റ് അവര് കുഴപ്പമില്ല. ഗ്യാങ്ങല്ലേ, നല്ല ഡിസിഷൻ തന്നെയാണ് എടുത്തത് എന്റെ ഒരു അഭിപ്രായത്തിൽ. ഇല്ലെങ്കിൽ ഇത് ഓൾറെഡി സംസാരിച്ച് ദേവക്കുട്ടി തന്നെ സോൾവ് ചെയ്യും. നല്ലപോലെ ഗ്യാങ്ങല്ലേ, പിന്നെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വരാറില്ലല്ലോ. അതൊരു ബെസ്റ്റ് ഡിസിഷൻ തന്നെ എടുത്തത്. ചന്ദ്രനോട് ഡിസിഷൻ എന്താണ് ഓർമ്മ? രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നിലെ അയാളും നാട്ടുകാർ അറിയാതിരിക്കും എന്തോ കള്ളത്തരം. അതിൽ നമുക്ക് ഇവിടെ സർജിക്കൽ മാസ്ക് ഉണ്ടല്ലോ.
എവിടെ സർജിക്കൽ മാസ്ക് ഇവിടുത്തെ പീഡിക്കൊന്നും ഒരു പണിയില്ല, മനസ്സിലായില്ലേ? എല്ലാം കഴിഞ്ഞ ചന്ദ്ര. ഹലോ ചന്ദ്ര, എല്ലാം കഴിഞ്ഞല്ലേ? അവന്മാരെന്തേലും ഉണ്ടെങ്കിൽ ജീനാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചോദിക്കും. ഓക്കെ. അവര് ദേവകുട്ടി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവര് നോക്കിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു. ചന്ദ്രൻ നമ്മള് ഡ്രസ് മാറി കിടക്കണത് വെച്ചാൽ അവന്റെ സംസാര രീതിയിലായിരുന്നു. നീലടുത്ത് പഴമൊക്കെ വയലിരിക്കുവാണെന്ന് ഹലോ സുഹൃത്തെ, വണ്ടിയിൽ പുറത്തിറങ്ങണേ. റോൾസ് റോയ്സ് അല്ലേ ഇത്? സാറേ ആരെ ഫയർ ചെയ്തേ? നിങ്ങളുടെ ഫയർ ചെയ്തേ? പോവാതെ ഞാൻ വരുന്ന കണ്ടിട്ട് പോരാ. 2 minutes. എവിടെ ഇരിക്കേ? ഓക്കെ 1 minute. ഞാൻ വരാം 1 minute. വെയിറ്റ്. ഞാൻ മുതുക്ക് പക്കത്തിലേ ഇറങ്ങും. ഇതെന്താ? ആരെ ഡി സി? ഇതാരെ ഡി സി? ബാലിന് എന്തിനാ ഡി സി? സാറേ എന്തിനാ സാറേ? എന്താ സാറേ അതേ ഒരു ഗൺ എടുത്ത് ഷോ ഫയർ ചെയ്തതാണ്. അതിന് വേണ്ടി എന്റെ കഫ് മാറ്റടാ. ബാലനെ ചേച്ചി എന്താ ചെയ്യണ്ടേ? ചന്ദ്ര പറഞ്ഞു. ചന്ദ്ര പറഞ്ഞു. അല്ല ഇതിപ്പോ സിറ്റുവേഷൻ അല്ലേ? ഇങ്ങനെ നോക്കിട്ട് പറ. എനിക്ക് അറിഞ്ഞൂടാ. ചന്ദ്ര പറ. ഇത്രയും പേരില്ലേ ചന്ദ്രു? ഞാൻ കൈകൊണ്ട് ഇടിച്ചു കൊല്ലായിരുന്നു. ഒറ്റ എന്റെ ഓഫീസറുടെ നാട്ടെ നിനക്കല്ലായിരുന്നു നമുക്ക് കേഴ സാറേ. കൈ വെക്കാം സാറേ. ഹലോ ഇത് ഞാനില്ലേ? അപ്പൊ ഇത് ഞാൻ സ്നൈപ്പ്. അവനില്ലേ കേഴ? ഒരാളെ പൊക്കിപ്പിക്കടാ. സാറിനെ വിളിച്ചിട്ട് ബാക്കി അതല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീ കോമാളിയാണ്. ഇപ്പൊ അയാൾ മനസ്സിലാക്കിയത് നീ A-class കോമാളിയാണ്. കണ്ടോ സഹദേവ? ഹലോ എടാ ബിസി അല്ലടാ, ഒരു സിറ്റുവേഷൻ ആയിട്ടടാ. ധന അങ്കേറിക്കടാ. പോസുള്ളു. ഞാൻ வந்து സിറ്റുവേഷനിൽ ഇരിക്കാന്ന് പറഞ്ഞു തന്നോട്. നാളെ മീറ്റ് പண்றேன்னு പറഞ്ഞു. അതുകൊണ്ടാ പറഞ്ഞോ. അതെന്നാ പറഞ്ഞ ഒത്തിരി നേരമായിട്ട് വെയിറ്റ് ചന്ദ്ര കാർ ചന്ദ്ര ധന ഞാൻ വരായിരുന്നാണ്. അപ്പൊ അടുത്ത സിറ്റുവേഷൻ ആയി. പീഡി ആയിട്ട് വീണ്ടും പീഡിയായിട്ട് അടിയൊക്കെ ആയി. ധന എന്ത് നേരത്തെ പോകുന്നത്? നേരത്തെ ஓகே நான் போறேன்.